ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 7-ാം ഞായറാഴ്ചയാണ് നാം ആചരിക്കുക. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിന് സദ്വാർത്ത 92-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ സുവിശേഷമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സമാന്തര ഭാഗങ്ങൾ സമാന്തര സുവിശേഷകരായ മത്തായിയും ലൂക്കായും അവതരിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വചനഭാഗത്തും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വചനഭാഗത്തും ഈ സംഭവം അവതരിപ്പിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ പരസ്യ ജീവിത പ്രവർത്തനങ്ങളിൽ യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ് എന്നുള്ള ആരോപണം ഫരീസയർ നടത്തുന്നതിനെ ഈ സുവിശേഷകന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. യേശു തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷകൾ ഗലീലയിൽ ആരംഭിക്കുന്നതായിട്ടാണ് വിശുദ്ധ മർക്കോസ് അവതരിപ്പിക്കുന്നത്. ഗലീലയിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷകളും പിശാചിനെ ഒഴിവാക്കുന്ന തൻ്റെ വലിയ ശുശ്രൂഷകളും ഒക്കെ നടത്തുന്നതായിട്ട് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതായിട്ട് പറയുന്നു. വളരെ വിജയകരമായ രീതിയിൽ ദൈവരാജ്യ പ്രഘോഷണവും രോഗശാന്തിയും അതുപോലെ ബാധയൊഴിപ്പിക്കലും ഒക്കെ യേശു ചെയ്തിരുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തി വരികയാണ്. മറ്റു സുവിശേഷങ്ങളിൽ നിന്നും അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ യേശുവിൻ്റെ ഈ വിജയകരമായ പരസ്യ ജീവിത പ്രവർത്തനങ്ങൾ മർക്കോസ് അവതരിപ്പിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണങ്ങൾ 2 രീതിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ. പ്രധാനമായും അനുകൂലമായ പ്രതികരണമാണ് ഇവിടെ രേഖപ്പെടുത്തുക. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച്, അപ്പസ്തോലന്മാരെ വിളിച്ച് യേശു ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ തന്നെ തുടരുവാൻ അവരെ നിയോഗിക്കുന്നതായിട്ട് നാം കാണുന്നു. 1-ാം അധ്യായത്തിൽ ജ്ഞാനസ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി യേശു തൻ്റെ പ്രഘോഷണ പരമ്പര ആരംഭിക്കുന്നു. അവിടെ അപ്പസ്തോലന്മാരെ മുഖ്യവരായിട്ടുള്ളവരെ വിളിച്ചു ചേർക്കുന്നു. പാപിയായ ചുങ്കസ്ഥലത്തിരുന്ന ലേവിയെ വിളിച്ച് മത്തായിയാക്കുന്നു. അതിനുശേഷം യേശു തൻ്റെ വിവിധ ശുശ്രൂഷകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുമ്പോൾ വിശ്രമിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ അനേകർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു. ചില ഭവനങ്ങളിലും കടൽ തീരത്തും അതുപോലെ വള്ളത്തിൽ ഇരുന്നു കൊണ്ടുമൊക്കെ ആണ് യേശു തൻ്റെ ഈ പ്രഘോഷണങ്ങൾ നടത്തിയിരുന്നത്, ഈ ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. അപ്രകാരമുള്ള ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 20-ാം തിരുവചനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് യേശു തൻ്റെ അപ്പസ്തോലന്മാരെ വിളിച്ച് തന്നോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനുമായിട്ടുള്ള അധികാരം നൽകി അവരെ അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ പൈശാചികമായ ബന്ധനത്തിൽ നിന്നും മനുഷ്യരെ വിമോചിതരാക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ശുശ്രൂഷയായി. ഇപ്രകാരം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്ന് ചിന്തിക്കുമ്പോൾ അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആരംഭിക്കുക. അവിടെ നിന്നും വിളിക്കപ്പെട്ട ശിഷ്യന്മാരുടെ ഭവനമാകാം, സുപരിചിതരായ വ്യക്തികളുടെ ഭവനമാകാം. യേശു ഇപ്രകാരം ഒരു ഭവനത്തിൽ പ്രവേശിച്ച്
തൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ വീണ്ടും അനേകര് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൂടിക്കൊണ്ടിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കുന്നതിന് പോലും അവർക്ക് കഴിഞ്ഞില്ല, യേശുവിനും തന്റെ ശിഷ്യന്മാർക്കും. ഇപ്രകാരം യേശു വളരെ വിജയകരമായി തന്റെ ദൗത്യം നിർവഹിക്കുന്നുവെന്നും അനേകർ യേശുവിന്റെ അടുക്കൽ വന്ന് രോഗശാന്തി പ്രാപിക്കുന്നുവെന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നുവെന്നും ഒക്കെ അറിഞ്ഞ കുടുംബക്കാർ പോലും യേശുവിനെ ഇടറുകയാണ്. യേശുവിന്റെ ബന്ധുക്കള് യഹൂദ ചിന്തയിൽ വളരെ കാർക്കശ്യത്തോടെ ജീവിച്ചവരായിരിക്കാം, ഫരിസയരുടെ ഗണത്തിൽപ്പെട്ടവരായിരിക്കാം എന്ന് തോന്നുമാറ് ഈ യേശുവിൻ്റെ ബന്ധുക്കള് സ്വന്തക്കാരെ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകുവാൻ അവിടെ വന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. കാരണം യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ നിയമജ്ഞരും അതുപോലെ ഫരിസയരും യേശുവിൻ്റെ എതിരാളികളും പറയുമ്പോൾ അതിനോട് പക്ഷം ചേരുന്ന ഒരു കുടുംബ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാരംഭം നമ്മൾ കാണുന്നത്. യേശുവിനെ ബന്ധിക്കാൻ വന്ന, പിടിച്ചുകൊണ്ടു പോകുവാൻ വന്ന തൻ്റെ സ്വന്തക്കാർ, അതേസമയം ഫരിസയരായ ദൂരെ നിന്ന് വന്ന മനുഷ്യര്, ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസയര്, നിയമജ്ഞര് യേശുവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി, അവനെ ബേൽസബൂൽ ബാധിച്ചിരിക്കുന്നു. ബേൽസബൂൽ എന്ന് പറയുന്ന ആ ശക്തി പൈശാചികമായ ഒരു ശക്തിയാണ്. പിശാചുക്കളുടെ ഗണത്തിൽ അവരുടെ നേതാവാണ് ബേൽസബൂൽ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. ഈ പൈശാചികമായ ബന്ധനത്തിനുള്ളിലാണ് അവൻ. അതിൻ്റെ ശക്തി കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് നിയമജ്ഞര് യേശുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയാണ്. ബാൽസബൂബ് എന്ന് പറയുന്ന ഒരു ശക്തിയെക്കുറിച്ച്, ഒരു ദേവനെക്കുറിച്ച് ദൈവവചനത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. അവിടെ ബാൽസബൂബ് എന്ന് പറയുന്ന ഒരു ശക്തിയെ അവരോട് ചോദിക്കുന്നുണ്ട്, ഒരു പ്രത്യേകമായ അവസ്ഥ വിവരിച്ചു കൊടുക്കുവാൻ, പ്രവചിക്കുവാൻ സാധിക്കുന്ന പൈശാചികമായ ഒരു ദേവന്റെ ചിത്രമാണ് ബാൽസബൂബ് എന്ന് പറയുന്നത് വഴിയായി പഴയ ഉടമ്പടിയിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഇവിടെ ബേൽസബൂൽ എന്ന് പറയുന്നത് പിശാചുക്കളുടെ ഗണത്തിൽ അവരുടെ തലവനാണ് എന്നുള്ളതാണ് തുടർന്നു വരുന്ന വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവൻ ഇപ്രകാരം ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് ഈ നിയമജ്ഞര് യേശുവിന് മേൽ കുറ്റം ആരോപിക്കുന്നു. യേശു അവരെ അടുത്ത് വിളിച്ചിട്ട് അവരോട് ഉപമകളിൽ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തില് യേശു ഉപമകളിലൂടെ അവരെ പഠിപ്പിച്ചിരുന്നുവെന്ന് സുവിശേഷത്തിന്റെ അടുത്ത അധ്യായങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ യേശുവിൻ്റെ അനേകം അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ഈ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. ഉപമകളിലൂടെ പറയുന്നത് യേശുവിൻ്റെ ഗുരു എന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതി ആണ്. ഇവിടെ ഉപമ ആദ്യമായി യേശു ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. ഉപമകൾ വഴി അവൻ അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? പിശാച് എങ്ങനെയാണ് പിശാചിനെ പുറത്താക്കുക? അത് അന്തഛിദ്രത്തിന്റെ അടയാളമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം പോലും നിലനിൽക്കുകയില്ല. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ശത്രു എന്ന് പറയുന്നത് മറ്റൊരു അയൽ രാജ്യമല്ല, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളല്ല. ഒരു രാജ്യത്തിന്റെ ശത്രു അതിന് ഉള്ളിൽ തന്നെയുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, അന്തഛിദ്രം ഉണ്ടാകാതെ ഒരു രാജ്യത്തെയും ഒരു ഭവനത്തെയും എല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന്. ഇപ്രകാരം അന്തഛിദ്രമുള്ള ഒരു രാജ്യത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള തത്വം യേശു ഈ പ്രതിയോഗികളുടെ മുമ്പിൽ ഒരു ഉപമ പോലെ പറഞ്ഞുകൊണ്ട് പിശാചിനെ പുറത്താക്കാൻ
കഴിയുകയില്ല, അത് അതിനെ തന്നെ എതിര് നിൽക്കുകയില്ല എന്നുള്ള സാമാന്യ തത്വം ഒരു ഉപമയിലൂടെ പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളെ സാധൂകരിക്കുകയാണ്. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല എന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് വ്യാജമായി നിങ്ങൾ എൻ്റെ മേൽ കുറ്റം ആരോപിക്കേണ്ട. ഞാൻ പൈശാചിക ശക്തി കൊണ്ടാണ് ഇപ്രകാരം പിശാചിനെ പുറത്താക്കുന്നതെന്ന് നിങ്ങൾ ആരോപിച്ചാൽ അത് തെറ്റാണ് എന്ന് ഈ ഉപമയിലൂടെ യേശു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് ആ പൈശാചിക ഗണത്തിൻ്റെ അന്ത്യമായിരിക്കും. അതൊരിക്കലും പിശാച് അതിനനുവദിക്കുകയില്ല. അപ്പോൾ എന്ത് ശക്തി കൊണ്ടാണ് യേശു ഇത് ചെയ്യുന്നതെന്ന് പറയാതെ പറയുകയാണ് ഇവിടെ. ശക്തനായ, വീണ്ടും അവിടുന്ന് പറയുകയാണ് മറ്റൊരു ഉപമ. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുവകൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമായി അവനെ ബന്ധിക്കണം. അതിനുശേഷമേ അവൻ്റെ വസ്തുവകൾ കവർച്ച ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ശക്തനായ പിശാചിനെ ബന്ധിച്ചെങ്കിൽ മാത്രമേ പിശാചിനെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആരോപണം തെറ്റാണ് എന്ന് ഈ മറ്റൊരു കവർച്ചയുടെ ഉപമയിലൂടെയും യേശു വ്യക്തമാകും. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുന്ന ഒരു കള്ളന്റെ അനുഭവം അത് ഇവർ പറയുന്ന രീതിയിലല്ല, അത് അവരെ ബന്ധിച്ചുകൊണ്ട് മാത്രമാണ് സാധിക്കുക എന്ന് യേശു പറയുമ്പോൾ, പിശാചിനെ ബന്ധിക്കുവാനായിട്ട് യേശു ദൈവിക ശക്തി ഉപയോഗിച്ചു എന്ന് അവരോട് ഉപമയിലൂടെ പറയുകയാണ്. എന്നിട്ട് യേശു സത്യമായി അവരെ ഒരു സാരോപദേശം കൊടുക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ യേശുവാണ് തൻ്റെ പരീക്ഷണ സമയത്ത് പിശാചിനെ തോൽപ്പിക്കുന്നത്. മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ മരുഭൂമിയിൽ വെച്ചുണ്ടാകുന്ന യേശുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാ പൂരിതനായി തൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം കടന്നു വരുന്ന യേശുവിനെ 3 തരത്തിലുള്ള പരീക്ഷണങ്ങളാൽ പിശാച് സമീപിക്കുമ്പോൾ ദൈവിക വചനത്താൽ ആ 3 പരീക്ഷണങ്ങളിലും അവനെ തോൽപ്പിച്ച് യേശു വിദ്യശ്രീ ലാളിതനായി നിൽക്കുന്നതായിട്ട് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ദൈവാരൂപിയാൽ നിറഞ്ഞ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ദൈവാരൂപിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് യേശു പ്രസംഗിച്ചിട്ടുള്ള വചനം പരിശുദ്ധാത്മ പ്രചോദിതമായിരുന്നു. യേശു കൊടുത്തിട്ടുള്ള രോഗശാന്തികൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്പർശനമായിരുന്നു. യേശു വിടുതൽ കൊടുത്തിട്ടുള്ള പൈശാചികമായ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടായിരുന്നു എന്ന് അവിടത്തേക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യം ഉപമകളിലൂടെ പറഞ്ഞുകൊണ്ട് യേശു ഈ നിയമജ്ഞരെ തിരുത്തുകയാണ്. അവരോട് പറയുകയാണ് അവർ ചെയ്യുന്നത് തെറ്റാണ്, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. യേശുവിൻ്റെ ദൈവിക ശക്തിയെ ചോദ്യം ചെയ്യുന്ന ഫരിസയരുടെയും നിയമജ്ഞരുടെയും നടപടിക്രമങ്ങൾ പൈശാചികമാണ് എന്നും അതൊരിക്കലും മോചിക്കപ്പെടുകയില്ല എന്നും യേശു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, സത്യം ചെയ്ത് പറയുകയാണ്. ദൈവദൂഷണം എന്നുള്ളതാണ് ദൈവം ക്ഷമിക്കാത്ത പാപം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവദൂഷണം വലിയ പാപമാണ്. ഇപ്രകാരം ദൈവികമായ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവപുത്രന്റെ പ്രവർത്തനങ്ങളെ പൈശാചികമായ പ്രവർത്തനങ്ങളായിട്ടും പൈശാചികമായ ആവാസമായിട്ടും അവതരിപ്പിക്കുന്നത് ദൈവാരൂപിക്കുള്ള എതിരായിട്ടുള്ള പാപമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഈ ഉപമയുടെ അവസാനം, ഈ സംഭവത്തിൻ്റെ അവസാനം യേശു അവരോട് സാരോപദേശമായി പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നിങ്ങളോട് ക്ഷമിക്കപ്പെടും, പക്ഷേ നിങ്ങളുടെ ഈ ആരോപണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ ദൈവാരൂപിയുടെ ശക്തി കൊണ്ടാണ് എന്ന് ബോധ്യത്തിൽ നിന്ന് യേശു പറയുകയാണ്. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയായി മാറും ഇപ്രകാരം ദൈവാരൂപിയെ മറുത്തു പറഞ്ഞാൽ.
ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നവന് പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യനെതിരായിട്ട് നമ്മുടെ പാപം ഉണ്ടാകാം. നമ്മുടെ പാപങ്ങൾ നാം ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ പാപങ്ങൾ ദൈവത്തിനെതിരായിട്ടും മറ്റു വ്യക്തികൾക്കെതിരായിട്ടുമുള്ള പാപങ്ങളാണ് നമുക്കുള്ളത്. ദൈവിക കൽപ്പനകളെ നാം പരിശോധിച്ച് നോക്കിയാൽ ഏതാനും കൽപ്പനകൾ ദൈവത്തിനെതിരായിട്ടുള്ള കൽപ്പനകളും മറ്റു കൽപ്പനകൾ മറ്റുള്ള വ്യക്തികൾക്കെതിരായിട്ടുള്ള കൽപ്പനകളുമാണ്. അത് അവരെ പരാമർശിക്കുന്ന കൽപ്പനകളാണ്. അതിൻ്റെ ലംഘനം ദൈവത്തെയോ മറ്റുള്ളവരെയോ നിന്ദിക്കുന്ന അല്ലെങ്കിൽ മറുതലിക്കുന്ന തെറ്റുകളായി മാറും. ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന മാനുഷികമായ ബലഹീനതകൾ കൊണ്ടുണ്ടാകുന്ന പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുമെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിഷേധിച്ചാൽ അതിന് എതിരായി സംസാരിച്ചാൽ അവൻ്റെ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ള ആ വലിയ സത്യം യേശു ഈ സുവിശേഷത്തിൻ്റെ അവസാനം അവതരിപ്പിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ദൈവീക അരൂപിയോട് ചേർന്ന് നിന്ന് നാം പ്രവർത്തിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് യേശു ഇപ്രകാരം ഈ ഉപമകൾ പറഞ്ഞതെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷകൻ തൻ്റെ ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുക. യേശുവിന് മേൽ ബേൽസെബൂലിന്റെ ആവാസം ആരോപിച്ച നിയമജ്ഞര് അവരുടെ ഭ്രമിക്കപ്പെടാത്ത പാപത്തിലാണ് അവർ ജീവിക്കുന്നത് എന്ന് യേശു ശക്തമായ ഭാഷയിൽ പറയുകയാണ്. അവരെ ദൈവികമായ പ്രചോദനത്തിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട് യേശുവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗവും രോഗശാന്തിയും അതുപോലെ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും കൊടുക്കുന്ന ഈ വലിയ ശുശ്രൂഷ ദൈവികമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഒരു വിളിയാണ് ഇന്നത്തെ സുവിശേഷം. ദൈവപുത്രനായ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷകളെ ദൈവിക ശുശ്രൂഷകളായി സ്വീകരിച്ചുകൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമുക്ക് തരികയാണ്. നാം കേവലം നിയമജരെ പോലെയാകാതെ തൻ്റെ ബന്ധുക്കൾ അവരുടെ വഴികളിലൂടെ വന്ന് യേശുവിൽ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആരോപിച്ചവനെ പിടിച്ചുകൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന മനോഭാവത്തിനെതിരായിട്ട് യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണവുമായി മുന്നേറുകയാണ്. തുടർന്ന് വരുന്ന വേദഭാഗത്തൊക്കെ യേശുവിൻ്റെ അനേകം ഇപ്രകാരമുള്ള അത്ഭുതങ്ങളാണ് നാം കാണുക. അതുപോലെ യേശു ഇവിടെ ആരംഭിച്ച ഈ ഉപമയുടെ രീതി, തൻ്റെ പ്രസംഗത്തിൽ പഠിപ്പിക്കലിലുള്ള ഉപമയുടെ രീതി തുടർന്ന് പല ഉപമകൾ പറഞ്ഞുകൊണ്ട് യേശു തുടരുകയാണ് ഈ സുവിശേഷ അവതരണത്തിലൂടെ. മർക്കോസ് സുവിശേഷകന്റെ അവതരിപ്പിക്കുന്ന യേശു ഇപ്രകാരം ദൈവാത്മ ശക്തിയിൽ പ്രചോദിതനായി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പ്രസംഗിക്കുന്നവനാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്നതിനും അവിടുത്തെ പ്രവർത്തനങ്ങളെ ദൈവിക ശക്തിയായിട്ട് കണക്കാക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ഈ ഞായറാഴ്ച ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനോഭാവം യേശുവിൻ്റെ കൂടെയായിരുന്ന അപ്പസ്തോലന്മാരെ പോലെയും അനേക ദൂരദേശത്തു നിന്നും വന്ന് ഇപ്രകാരം യേശുവിൻ്റെ വചനം കേൾക്കുന്നതിനും രോഗശാന്തി പ്രാപിക്കുന്നതിനും ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനും കടന്നു വന്ന ആ നല്ല മനുഷ്യരുടെ മനോഭാവം പോലെ ആയിരിക്കുവാനും യേശുവിനെ ബന്ധിക്കുവാൻ വന്ന ബന്ധുക്കളുടെ പോലെയോ യേശുവിനെതിരായിട്ട് പിശാചിൻ്റെ ശക്തി പ്രത്യേകമായിട്ട് ആരോപിച്ച നിയമജ്ഞരെ പോലെ നാം ആയിത്തീരരുത് എന്നുള്ള ഈ വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നല്ല വിശ്വാസികളായി വളരുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നാം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.